Hello guys, I'm here the Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ചെറിയൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കണത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ ആദ്യം ചലഞ്ച് ചെയ്തത് CB =attack CB. അതേമാതിരി തന്നെ അല്ല, അതിനൊരു ബന്ധമില്ല. നമ്മൾ ഇന്ന് കളിക്കാൻ പോണേ ഫുൾ പ്ലെയർ ഓഫ് ദി വീക്ക് മാത്രം. ഞാൻ ടീമൊക്കെ ഒന്ന് ഇന്നലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കുറേ തപ്പി ആൾക്കാരൊക്കെ കണ്ടെത്തി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്ലെയർ ഓഫ് ദി വീക്ക്. ഫുൾ പ്ലെയർ ഓഫ് ദി വീക്ക് സ്ക്വാഡാണ്. ഒരാളും പോലെ പ്ലെയർ ഓഫ് ദി വീക്ക് അല്ലാതെ ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും പെനാൾട്ടി ആദ്യം അടിക്കാം. പെനാൾട്ടി കടബ്ര അങ്ങോട്ട് ഗോൾ. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ത് നിസാരം. നമുക്ക് പെനാൾട്ടി കൂടെ ഉണ്ട്. അതിൻ്റെത് കിട്ടിയിട്ടുണ്ട്. അത് അതൊക്കെയാലും നമുക്ക് ക്ലൈം ചെയ്യാം. ഇതാണ് ടീം. എല്ലാവരും കണ്ടു കിട്ടും എൻ്റെ ടീം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 200 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതാണ് ഗൈസ് ടീം. ഫുൾ പ്ലെയർ ഓഫ് ദി വീക്ക്. പ്ലെയർ ഓഫ് ദി വീക്ക് ഇല്ലാത്ത ഒരാളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതാ കോർട്ടോയ്സ് പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡാണ് ഇതൊന്ന്. പിന്നെ വാൻഡിയേക്ക് പ്ലെയർ ഓഫ് ദി വീക്ക്, ഹക്കീമി പ്ലെയർ ഓഫ് ദി വീക്ക്, സാലീബ, അർണോൾഡ്, മുസിയാല, പാമർ, അൽവാരസ്, എംബാപ്പെ, ഹാരി കെയ്ൻ, ഡെംബലെ. അതാണ് ഇതിൽ. പിന്നെ നോക്കണേ ഇവരുടെ പേരെന്താണ്, മോർഗൻ ഗിബ്സ് വൈറ്റ്, ഫെറാൻ ടോറസ്, ഡിലൈറ്റ്, അന്തോണി ഗോർഡൻ, ലൗട്ടാറോ മാർട്ടിനസ്, അപ്പോൾ ദിയാവോ, നിക്കോ വില്യംസ്, എന്താണ് പിന്നെ മധുക്കെ അങ്ങനല്ലേ, അതന്നെ മധുക്കെ, നോനി മധുവയ്ക്കെ, പിന്നെ ഇതിനാരോ അറൗഹോ മറ്റേ ബാർസനല്ല, മാക്സിമിലിയാനോ അറൗഹോ, പിന്നെ സ്കാൽവീനി, പിന്നെ ലാമിയമാലോ വെജുമാണ് ഞങ്ങളുടെ ടീം. ലാമിയമാലോ പറഞ്ഞാൽ ഇതിൽ ആവശ്യമില്ല. നമുക്ക് പൊസിഷൻ ട്രെയിനിങ് ഒന്നും കൊടുക്കാനില്ലല്ലോ. ആകെ തന്നെ അല്ല കൊടുക്കാനുള്ളൂ. പൊസിഷൻ ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ നമുക്ക് ആവശ്യം വന്നേനു. ഇതിപ്പോൾ നമുക്ക് ലെഫ്റ്റ് വിങ് നിർബന്ധമാണ്. പക്ഷേ ഇവന് ലെഫ്റ്റ് വിങ് നിൽക്കണ ഒരു യമാലുണ്ട് നമ്മളേക്ക്. പക്ഷേ അത് പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല, അങ്ങനെയാണ് നമ്മളിവിടെ ഇറക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്ലെയർ ഓഫ് ദി വീക്ക് സ്ക്വാഡ് വെച്ചിട്ടാണ് ഇന്നത്തെ കളി. വേറെ ഒരു ഇതുമില്ല, പ്ലെയർ ഓഫ് ദി വീക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കളി പറഞ്ഞാൽ. അത് ഇതിൽ നമ്മൾ തീർക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം. ആളെത്തിയുണ്ട്. നമുക്ക് എന്തായാലും ആളെ തീർക്കണം എന്നാണ് ഇത്. ഞാൻ കണ്ടല്ലോ ആളെ തീർക്കാൻ കഴിയുമല്ലോ നമുക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3086 സ്ട്രെങ്ത് ചെക്കൻ്റെ. നമുക്ക് സബ് വേണമെങ്കിൽ ഇറക്കാം. പക്ഷേ യമാൽ എപ്പോഴും ഫോമിലാണ്. യമാലിനെ ഇറക്കിയിട്ടൊരു കാര്യമില്ല, അതാണ് പ്രശ്നം. യമാലിനെ ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് യമാൽ എപ്പോഴും ഫോമിലാവും. കണ്ടാ ഇപ്പം യമാൽ ഫോമിലാണ്. അതുകൊണ്ട് നമ്മളൊരു പണി ചെയ്യാം. നമുക്ക് റൈറ്റ് ബാക്കിനെ കയറ്റാണ്ട് ഇവിടെ ഇറക്കുക, റൈറ്റ് മിഡിൽ ഫീൽഡർ ആക്കുക. പിന്നെ ഫ്ലോറിയൻ വിറ്റ്സ് വേണ്ട. പിന്നെ നോണി മധുവയ്ക്ക്, അന്തോണി ഗോർഡൻ അങ്ങനെ എന്താ, നോണി മധുവയ്ക്ക് ലെഫ്റ്റ് നിൽക്കൂല. റാഫേലിയ വെക്കട ചെക്കൻ്റെ ടീമോ. ഓ ഗായ്സ്, ബാറ്റിസ്റ്റൂട്ട, എംബാപ്പെ. അതൊരു കോംബോ മത്സരമാണ്.
നമുക്കെന്തായാലും കളിയിലോട്ട് പോകാം. നമുക്കെന്തായാലും കളിയിലോട്ട് നമ്മൾ എത്തിയിട്ടാ. എംബാപ്പെ ഹാരി കെയിനെ എടുക്ക്. എംബാപ്പെ പോട്ടെ. യമാൽ റൈറ്റ് മിഡിൽ ഫീൽഡറാണ്. നമ്മളെ ഈ കളിയിൽ റൈറ്റ് ബാക്ക് ഇല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. റൈറ്റ് ബാക്ക് ഇല്ലാതെ കളിക്കില്ല. അങ്ങനെ ഒരു കളിക്കാതെ ഒരു യമാലിനെ റൈറ്റ് മിഡിൽ ഫീൽഡറൊക്കെ നിർത്തിയാണ്ട് ഉള്ളൊരു ആദ്യ കളിയാണ്. ഫസ്റ്റ് ഹാഫ് വരുന്ന പോരാണ്ടെങ്കിൽ ഞാൻ യമാലിനെ കയറ്റിയാണ്ട് ഹക്കീമിനെ ഇറക്കൂടാ. കോർട്ടോയ്സ്, റാഫേൽ, ലിയാവോ, ഹാരി കെയിൻ. എടാ റാഫേൽ ലിയാവോ എടുക്ക്. അർണോൾഡ് എടാ കിട്ടിയില്ല. റാഫേൽ ലിയാവോ പെട്ടെന്ന് ക്രോസ് എടുക്ക്. ഹാരി കെയിൻ എടോ ബോൾ പോയി ഇനി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് ഗൈസ്. അടിച്ചൂട്ടോ. അല്ലാതെ പോണ വാൻഡേക്ക് ഇവിടെ നോക്ക് അവിടെ പോലെ ഞാൻ പറഞ്ഞ്. കീപ്പർ ഒന്ന് പെട്ടെന്ന് പോ. എടാ എന്താ കോർട്ടോയ്സാ ഗൈസ്. നമുക്കൊരു വിഷയമുണ്ട്. നമ്മളിപ്പോൾ തന്നെ ആ ഇത് വരുത്താൻ പോട്ടെ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയാൻ യമാൽ തീയും പോരേനും. അല്ല യമാൽ പോരാണ്ടല്ല. യമാലിന് റൈറ്റ് വിങ് ഫോർവേഡ് നിന്നാലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ വെച്ചിരുന്നു. അത് ഹക്കീമിയുടെ അച്ചറഫ് ഹക്കീമിനെ നമ്മൾ ഇവിടെ ഇറക്കിയിരുന്നു. ഇനി നമ്മൾ കളി തുടങ്ങാം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും തീർക്കാം. ഓടി പോവാം. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ്. ട്രൈ ചെയ്ത് നോക്കിയതാണ് ചെക്കൻ. ഹാരി കെയിൻ ഒന്നും ഓടിക്കോ. ഹാരി കെയിൻ്റെ പകരം ആൾക്കാർ ഉണ്ട്. ലൗട്ടാറോ മാർട്ടിനസൊക്കെ ഇറക്കാം. ഇപ്പം ഇറക്കിയില്ലെന്നേ ഉള്ളൂ. മുസിയാല എടാ പാമറിന് പോയി കിട്ടിയില്ല. ബോൾ പോയി. ഇപ്പോൾ ബോൾ നമ്മളെ കൈവശമല്ല. ഇനിയിപ്പോൾ കീപ്പർ കൈ കൊടുക്കും. റാഫേൽ ലിയാവോക്ക് കിട്ടിയെടുത്തുക്കണേ. റാഫേൽ ലിയാവോക്ക് കിട്ടിയില്ല ഗൈസ്. റാഫേൽ ലിയാവോ ത്രോ എറിയാണ്. അവിടെ പാമർ ഓടാനുള്ള വിധത്തിലാണല്ലോ ഞാൻ ഇട്ട് ഗൈസ്. ഇനിയിപ്പോൾ ഈ കളി ജയിക്കണമെങ്കിൽ കിട്ടുന്ന ടാസ്ക് ഉണ്ട്. പാമർ, റാഫേൽ ലിയാവോ ഗൈസ്. ഇക്കളി നമ്മൾ എങ്ങനെയെങ്കിലും കഴിയുന്ന വിധം ജയിക്കും. വിർജിൽ വാൻ ഡിക്ക്, ഇറ്റ്സ് ജമാൽ മുസിയാല, കോൾ പാമർ, അൽവാരസ്. ഹാരി കെയിനെ പൊട്ടിച്ച ഗൈസ്. ഹാരി കെയിന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അൽവാരസിൻ്റെ നല്ല പാസ്, ഒന്നും പറയില്ല. കിടിലം പാസ് തന്നെ. ആ പാസ് തന്നെ ഹാരി കെയിൻ ഗോളും ആക്കിയിട്ടുണ്ട്. ഏതാ ഗോള്? കിടിലം ഒന്നും പറയാനില്ല. സീൻ. അപ്പോൾ ഫസ്റ്റ് ഹാഫ് 23 മിനിറ്റ് തന്നെ 1-1 ഹാരി കെയിൻ നമുക്ക് വേണ്ടി ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാം ബാക്കി എന്താവുന്നു. ആസിയൻ ദിയാവോ ബാറ്റിസ്റ്റൂട്ടാ മുസിയാല എടുത്തേക്കണേ. റാഫേൽ ലിയാവോക്ക് ഒരു ത്രൂ. റാഫേൽ ലിയാവോ ടു ഹാരി കെയിൻ. അൽവാരസിന് അടുത്ത ചാൻസ്. നമ്മൾ പെറത്തേക്ക് വെച്ച് ജയിക്കും ഗൈസ്. ഉറപ്പാണ്. അൽവാരസിൻ്റെ അടുത്ത ഗോൾ അടിച്ചിരിക്കണം. അൽവാരസിൻ്റെ സെലിബ്രേഷൻ വിട്ട് ഏതാ അൽവാരസും. അങ്ങനെ നമ്മൾ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. കംബാക്കാണ് ഗൈസ്. ഒന്ന് ആദ്യം മുണങ്ങിയെങ്കിൽ രണ്ടാമത് അങ്ങോട്ട് കൊടുത്തു. കോൾ പാമർ, അൽവാരസ്, കിലിയൻ എംബാപ്പെ. അൽവാരസിന് വീണ്ടും ഹക്കീമി ഇല്ല ഹസാഡ്. ഇനി ഒരു അറ്റാക്കിങ് ഉണ്ടാവില്ല. വില്യം സലീബ കോർട്ടോയ്സ് അടിച്ചാണ് കേട്ടോ. അത് തന്നെ റാഫേൽ ലിയാവോ. വിർജിൽ വാൻ ഡിക്ക് എന്താ ബെടാ? വാൻ ഡിക്ക് അല്ലല്ലോ സാലിബ. ഇറ്റ്സ് എ ഫ്രീ കിക്ക്. നമ്മൾ പോസ്റ്റിക്ക് ട്രൈ നോക്കണം. പക്ഷേ പോസ്റ്റിക്ക് നല്ല ഫ്രീ കിക്ക് അടിക്കാൻ പറ്റിയപ്പോൾ ആരാളുള്ളത്? നല്ല ആളൊന്നും ഇല്ല. ട്രൈ നോക്കാം. ആരെടുക്കണേ? ഈ അന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് കൊളാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ട്രിക്ക് ഉണ്ട്. എടാ ഭയങ്കര താങ്ങടാ. പാമർ പൊട്ടിച്ച. പാമർ റിട്ടേൺ വന്നതിൻ്റെ ശേഷം അടിച്ചു നോക്കി. ഹക്കീമി. ബോൾ പോയി. ബോൾ ഇനിയിപ്പോൾ ആരെടുക്കുക? വാൻഡേക്കിന് കിട്ടിക്കണേ. ഇല്ല മുസിയാല. എടാ റിട്ടേൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ ഇപ്പോൾ വരും. വരുന്നതിന് മുമ്പ് ഞാൻ എടുക്കാൻ നോക്കും. ഭാഗ്യം. എടാ ആരടിച്ച്? ഓനല്ല, ഞാൻ വിചാരിച്ച് ഹെഡ് കുത്തിയതാണെന്ന്. ഫ്ലൈയിങ് ഹെഡുമാതിരി ഞാൻ കണ്ടു. ഹാരി കെയിൻ, അൽവാരസ്, എംബാപ്പെ. നമുക്ക് എംബാപ്പേനെ കുറച്ച് ആളായിട്ട് ഒരു അടി അടിച്ച് നോക്കാം. ഗൈസ് കിലിയൻ എംബാപ്പെ അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. എംബാപ്പേൻ്റെ സെലിബ്രേഷൻ ആയിട്ട് ഇടുകയാണ്. ഇറ്റ്സ് മീ കിലിയൻ എംബാപ്പെ. ഒക്കെ പാട്ടിങ്ങനെ ഓർമ്മ വരും ഗൈസ്. എംബാപ്പേനൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ നമ്മൾ 3 ഗോൾ ഇട്ടിട്ടുണ്ട്.
3 ഗോളും വേറെ അല്ല, നമ്മളെ 3 സ്ട്രൈക്കേഴ്സ് തന്നെയാണ്. ഹാരി കെയ്ൻ, അൽവാരസ്, കിലിയൻ എംബാപ്പെ. ഈ നമ്മൾ പാമറും കൂടി അടിച്ചാൽ നമ്മളെ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഇവനടിച്ചാലും മതി. അവിടെ ബോൾ പോയി. 45+3 മിനിറ്റാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ ജയിക്കും ഗൈസ്. മുസിയാല ഒരു ബുള്ളറ്റ് പോട്ടെ. എടാ അടിക്കാൻ നിൽക്കുമ്പോഴാണ് വന്നെടുത്തത്. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം ഗൈസ്. അങ്ങനെ എന്തോ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇറക്കിയിരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലോട്ട് എടുക്കാം. ദിയാവോനെ കയറ്റി ലാമിയമാലുവിനെ ഇറക്കിയിരിക്കണേ. ഹസാഡിനെയും കയറ്റിക്കുള്ള മണ്ടുണ്ട്. വേനെ ഇറക്കിയത് അതിനാണ് നല്ല ഹസാഡ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. ഗൈസ് കിലിയൻ എംബാപ്പെ എടുത്തതാണ്, പിന്നെയും പോയി. ഡൂയി അത്രക്കും കളിച്ചു. ഇനി അതാ പോണ്. അവിടെ ബോൾ എടുക്കടാ. സലീബ് എടുക്കും പോവും, പിന്നെയും പോവും. ലാസ്റ്റ് കിട്ടി ഗൈസ്. അൽവാരസ്, എംബാപ്പെ. നമുക്ക് എംബാപ്പേനെ കൊണ്ട് ഗോളടിക്കണ്ട, റാഫേലിയാവിനെ കൊണ്ട് ഗോളടിപ്പിക്കാം ഗൈസ്. ഇറ്റ്സ് 4-1 റാഫേലിയാവോ. ഗൈസ് നമ്മൾ ഫോർവേഡ് നിരകൾ ആരൊക്കെ ഉണ്ട്? ഒരു 4 ആളും നമുക്ക് വേണ്ടി ഗോളടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ചെക്കന്ന് ലീവ് അടിച്ച് പോയാൽ മതിയായിരുന്നു. ചെക്കൻ ഇത്രക്കൊക്കെ ആയതല്ലേ, ചെക്കൻ ലീവ് അടിക്കാനും സാധ്യത ഉണ്ടേനു. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടോ, സലീബഞ്ഞി പാമറും കൂടി ഇട്ടാൽ ഈ മിഡിൽ ഫീൽഡ് ഒന്നല്ല, ഫോർവേഡ് അങ്ങനത്തെ അറ്റാക്കിങ് നിരകൾ മൊത്തം ഗോളടിച്ചതെന്നാണ് പാമറിട്ട അർത്ഥം. പക്ഷേ ഇപ്പോൾ പാമർ വെച്ച് ബാക്കി എല്ലാവരും നമുക്ക് വേണ്ടി ഗോളടിച്ചിട്ടുണ്ട്. കോൾഡ് പാമർ ആവും ഗൈസ്. പാമർ അടിച്ചാൽ ഗോൾഡ് സെലിബ്രേഷൻ ഇടും എന്നുള്ള ഉറപ്പാണ്. ഞാനുള്ള ഇടിപ്പിക്കും. എടാ പാമറിനെ കൂടെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ പാമർ അവിടെ ഉണ്ടാവില്ല. പാമറിനും കൂടെ ഒറ്റപ്പൂജ എടുക്കാൻ വരച്ച് പാമറിനോട് ഡ്രിബിൾ ചെയ്യാൻ നേർക്കണ്ട് കഴിയൊന്നുമില്ല. അൽവാരസ് റാഫേലിയാവോ എടുക്ക്. പാമർ ഹാരി കെയ്നാണോ? അവിടെ അറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ പാമറിൻ്റെ ഹാരി കെയ്ന് മുടി അറിയാൻ പറ്റില്ലേ. ഞാൻ ഹാരി കെയ്നെ വെച്ച് കൊടുത്ത് ഫേക്ക് എടുക്കാൻ നോക്കിയിട്ട് ആയില്ല ഗൈസ്. അടുത്ത പ്രാവശ്യം ഞാൻ ഫേക്ക് കൊടുക്കും. പാമർ കൊണ്ട് നമുക്ക് ഫേക്ക് എടുത്താലും വേണമെങ്കിൽ റെഡി ആവും. പാമറിന് ഡബിൾ ടച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഗൈസ്. നിങ്ങൾ ചെക്കൻ ലീവ് അടിച്ച് പോയിക്കൂടെ മണ്ടൻ. 5 എണ്ണമാണ് മുണങ്ങിയത്, ഒരു ബോധമില്ല ഗൈസ്. കോൾ പാമർ അവിടെ ഓട്. ആദ്യം കുറച്ചൊക്കെ ഓടും അങ്ങോട്ട്. ഹാരി കെയ്ന് പാമർ ഒന്ന് അടിച്ചോ കാര്യത്തിൽ പോരെ. ഒന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് പോയിട്ട് അടിച്ചാൽ പോരെ. അതാണ് പ്രശ്നം. ഞാൻ അടിച്ചിട്ടുമില്ല, എന്നാലോ അങ്ങനെ ടീമേറ്റ് എടുക്കണമുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് ചെയ്യാം. ത്രോ അല്ലേ, എടുക്കട്ടെ. ഇതൊന്നും ആകാൻ പോടില്ല. ഇക്കളി 5-1 വി വിൽ വിൻ ഇൻ ദി മാച്ച്. അത്രേ പറയുള്ളൂ. ഇക്കളി ഞാൻ ജയിച്ചിരിക്കും. വാക്കാണ്, കംബാക്കാണ്. 1-0 പൊട്ടിക്കാൻ ഞാനാ 5-1 എടുത്തത്. പിന്നെ എന്തിനാ പേടി, ഇക്കളി ജയിക്കൂലെന്ന്. ലാസ്റ്റിക്ക് ചോണ്ട വക കംബാക്ക് വന്നാൽ ഞാൻ മൂഞ്ചിട്ടാ ലാഗ് ഇല്ലാണ്ടെങ്കിൽ അവൻ ജയിക്കൂല. എൻ്റെ വാക്ക് ജയിച്ചാൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കൂടി ഒരാൾക്ക് വെച്ച് 500 രൂപ വെച്ച് ഞാൻ തരും. ഓൻ ജയിച്ചാൽ ലാഗ് ഇല്ലാതെട്ടാ. ജയിച്ചില്ലെങ്കിൽ എന്നിട്ട് വല്ലതും തന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അർണോൾഡ്, റാഫേലിയ, പാമറാണ് അവിടെ. പാമർ കിണ്ണം. ഈ പാമറിന് ഡ്രിബിൾ ചെയ്യാൻ അറിയില്ല, പാമർ സ്കില്ലൊന്നും അറിയില്ല. ഇവനെ പറയിപ്പിക്കല്ലേ. പാമറൊരു സ്കില്ലും എടുക്കണില്ല. ഒരു സ്കില്ലും അറിയാത്തൊരു വെടിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പാമർ. നല്ല കളിയൊക്കെ കളിച്ചിരുന്നു ആദ്യം, പക്ഷെ ഇപ്പോൾ പാമർ സ്കില്ലേ എടുക്കണില്ല. എന്താ സ്കില്ല് അറിയില്ല. ഞാൻ കുറേ നേരം ട്രൈ ചെയ്യണേ. മുസിയാല, പാമർ കിട്ടിയില്ല. അത് പാമർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. വേണ്ടേക്ക് കോൾ പാമർ സ്കില്ല് ഇതെങ്കിലും നേരത്തെ എടുക്ക്. ഡബിൾ ടച്ച്, ഫ്രീ കിക്ക്. അത് നമുക്ക് ലോങ് റേഞ്ച് ഫ്രീ കിക്കാണ് വേണ്ടത് ബുള്ളറ്റൊക്കെ അടിക്കാൻ. ട്രൈ ചെയ്ത് നോക്കാം. അത്രേ പറയുള്ളൂ. ലെഫ്റ്റ് ഫുട്ട് വേണ്ട, റൈറ്റ് ഫുട്ട് വേണം. അൽവാരസ് തീർക്കടാ. പോസ്റ്റിക്ക് തൂക്കാം. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അത്രക്കും കൊടുക്കല്ല, കുറച്ച് ഇങ്ങോട്ട് ആക്കണേനോ. നല്ല ഇതല്ല, ഹയ്യല്ല. ഇല്ല ഗോളാ. ഞാൻ കുറച്ച് ഗോളായിരുന്നു. പോസ്റ്റിക്കന്നെ പോയല്ല. അത് മതി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനത്തെ ഒക്കെ നമുക്ക് ഗോളാക്കണം. സലീബ, വാൻഡേക്ക്, ഇറ്റ്സ് കോൾഡ് പാമർ. ഒന്ന് ഡ്രിബിൾ ചെയ്യടാ. ഈ പാമറിന് നേരത്തെ ഡ്രിബിൾ ചെയ്യാറില്ല. ഡ്രിബിൾ ചെയ്യും, പക്ഷെ ആൾ പെട്ടെന്ന് എടുക്കും ചെയ്യും. പോടാ അവിടുന്ന്. ചെക്കാ ഇത് ജയിക്കൂലേ കളി, എൻ്റെ വാക്കാ. 3 മിനിറ്റാണ് ആഡ് ഓൺ ടൈമുള്ളത്. 3 മിനിറ്റിൽ അവന് 6 ഗോൾ ഇടണം. പക്ഷെ ഞാൻ എനിക്കൊരു നല്ല ഫ്രീ കിക്ക് ഞാൻ അവർക്ക് കൊടുത്തേക്കണേ.
ഓനാണാണ് ഇത് പോസ്റ്റ് കയറ്റും. ഓനക്ക് വേണ്ടി ഒരു ഓഫറും ഉണ്ട്, കണ്ടുകൊള്ളിട്ടോ. ഓന് ഡയറക്റ്റ് അടിച്ചാൽ ഈ ഓഫർ ഉണ്ടാവും. ഇതാ ഒരു ദിവസം നമ്മൾ അവിടെ നിർത്തും, ഉറപ്പ്. ഓൻ അടിക്കുമ്പോഴും അവിടെ തന്നെ നിൽക്കും. എടാ ഒരുമാതിരി കോപ്പിലെ പരിപാടിയാണെങ്കിലോ ഓൻ അവിടെ തന്നെ നിൽക്കുള്ളൂ. ബാറ്റ് സ്റ്റൂട്ടിൽ അടിയടാ അടി. പോസ്റ്റിക്ക് ഗോളാവില്ല എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എടാ കണ്ടേ, ഈ പോസ്റ്റ് ആക്കിയാലും അടിക്കാനറിയില്ല മണ്ടന്മാർക്ക്. ഞാനൊക്കെ അടിക്കണ പോസ്റ്റിക്കെങ്കിലും പോകുമെന്ന് പറയാം അല്ലേ. അവൻ്റെ ഡൊനാറും അത്രയ്ക്ക് ഞാൻ ദൂരത്തുനിന്ന് അടിച്ചിട്ടും ഗോളാകാൻ പോസ്റ്റിക്ക് പോയാൽ മതി. നമ്മൾ 2 സെക്കൻഡുള്ളത്. ആ 2 സെക്കൻഡ് ഇപ്പോൾ തീർച്ചയായും 2 മിനിറ്റ് എന്നും പറയാം, 2 സെക്കൻഡ് എന്നും പറയാം. ഡിസൈർ ഡുവേ ഒന്ന് പോടാപ്പായ അവിടുന്ന്. അങ്ങനെ കളി നമ്മൾ 5-1. പ്ലെയർ ഓഫ് ദി വീക്ക് ഇത്രക്കും കളിക്കും ഞാൻ വിചാരിച്ചില്ല. പ്ലെയർ ഓഫ് ദി വീക്ക് ഇത്രക്കും വലിയ പ്ലെയേഴ്സാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നല്ല കളി തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക്. ഹാരി കെയ്ൻ ആണെങ്കിൽ ഇത്രക്കും കിഡിലും ലെവലിലാണ് ഇപ്പോൾ കളിക്കണത്. 2 ഗോളാണ് ഹാരി കെയ്ൻ്റെ ആകെ വന്നത്. ഒന്നും പറയാനില്ല, കിഡിലും. പിന്നെ നമുക്ക് മറ്റന്നാൾ അപ്ഡേറ്റ് ആണ്. എന്തോ മൈനർ അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് പറയുമ്പോൾ എത്രാം തീയതിയാണ്? 31-ാം തീയതിയാണ് ഗൈസ്. മറ്റന്നാൾ പറയുമ്പോൾ ഇപ്പോൾ 2-ാം തീയതി. മറ്റന്നാൾ പറയുമ്പോൾ 2-ാം തീയതി. ഇതൊക്കെ ഡിഷൻ എന്താ പോകണമെന്ന് നോക്കി നിങ്ങൾ. ഡിഷൻ എന്താ 2-ാം തീയതി പോവും. പിന്നെ നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ചിലപ്പോൾ 2-ാം തീയതി പോകാൻ സാധ്യത. ഞാൻ നോക്കട്ടെ. 2-ാം തീയതി പോകാൻ 2 ദിവസത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. 1 ദിവസത്തിനോ അതിലുണ്ടാവും. 1 ദിവസത്തിനൊക്കെ. അതായത് 29 ദിവസത്തിന്. ഇത് 15 ദിവസം ഉണ്ടല്ലോ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ്. ഒന്നും ഇപ്പോൾ കഴിയണില്ല കേട്ടോ. കോൺട്രാക്റ്റ് ഇത് കണ്ടോളി. ഇത് 1 ദിവസത്തിനുള്ളൂ. അപ്പോൾ നാളെ എന്തെങ്കിലും മൈനർ അപ്ഡേറ്റ് തന്നെയാണ് വരുന്നത്. ഈ ബാക്കും നാളെ പോവും. നാളെ എല്ലാം നല്ല നല്ല ബാക്സൊക്കെ വരും. ഈ റിബറിൻ്റെ കറക്റ്റ് കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.